കഴിഞ്ഞ എപ്പിസോഡിൽ ഓട്ടോമാറ്റിക് ഫിഷ് ഉണ്ടാക്കിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ടായി അതിനൊരു ബിൽഡാക്കുന്നു. അങ്ങനെ അതിനൊരു ബിൽഡാക്കിയിട്ടുണ്ട്. ഇതാണ് ആ ബിൽഡ്. ഞാൻ ഓഫ് ക്യാമറയിലിരുന്ന് ബിൽഡ് ഉണ്ടാക്കി. ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചിട്ട് ഉണ്ടാക്കാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ട് ഓഫ് ക്യാമറയിലിരുന്ന് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം തന്നെ മൈനിങ്ങിന് പോയി ഒന്ന് കയറിയുള്ളൂ. അതുകൊണ്ട് കയ്യിൽ കണ്ട ഡയമണ്ട്സ് പിന്നെ അതിനുള്ള റീസോഴ്സസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പുതിയ പുതിയ കേവുകൾ കണ്ടുപിടിച്ചു. നമ്മുടെ അവിടെ മൈനിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം വലിയ കേവും എല്ലാം ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേറെ കുറച്ച് കാര്യം കൂടി ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനിവിടെ ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ടൈമിൽ ഒരു സ്കെൽട്ടൻ ഹോഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 ഞാൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ലൂട്ടുകൾ. മെൻഡിങ് എന്ന് പറഞ്ഞൊരു എൻചാൻറ്റിങ് ബുക്ക് ഉണ്ടായിരുന്നു. പോർട്ടൽ പണി ഞാൻ ഒബ്സിഡിയൻ മൈൻ ചെയ്തപ്പോൾ ഉണ്ടാക്കിയൊരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ട്. അതിലേക്ക് മെൻഡിങ് എന്നുള്ള എൻചാൻമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ബേസിൽ വെച്ചേക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ XP നോക്കി അറിയാം, ഞാൻ ചെറുതെ ഒന്ന് ചത്തിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ബേസിൽ വെച്ച് പോയത്. പിന്നെ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. നമ്മുടെ വീടിൻ്റെ കുറച്ച് ഒരു ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരിത് കിട്ടും, ഒരു ഫ്ലവർ ഫോറസ്റ്റ് കാണാൻ പറ്റും. പിന്നെ ഞാൻ ചെറുതായി ഒന്ന് ഫിഷ് ചെയ്യണതിൻ്റെ ഇടയിൽ ചത്തുണ്ടായിരുന്നു. അതിപ്പോഴല്ല, ആ ഫിഷ് ഫാം ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായിട്ട് ഫിഷ് ചെയ്യാൻ നിന്നപ്പോൾ ചെറുതായി ഒന്ന് ലാവയിൽ കാല് തന്നെ വീണ് ചത്തുണ്ടായിരുന്നു. അങ്ങനെ സ്പൈ ഗ്ലാസും പോയി, എല്ലാ സാധനങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് 2 ഹോഴ്സ് പറഞ്ഞത്. ഇവർക്ക് എന്തെങ്കിലും പേരിടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, പേരിടാം. ഈ സ്കെൽട്ടൻ ഹോഴ്സിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ മൈൻക്രാഫ്റ്റ് ഇത്ര നാൾ കളിച്ചിട്ട് ആദ്യമായിട്ടാണ് സ്കെൽട്ടൻ ഹോഴ്സിനൊക്കെ ഇതേപോലെ സ്പോൺ ചെയ്ത് കാണുന്നത്. സ്കെൽട്ടൻ ഹോഴ്സിൽ കണ്ടത് ഗുഡ് ലക്കായിട്ട് എടുക്കണോ ബാഡ് ലക്കായിട്ട് എടുക്കണോ എന്നറിയില്ല. സ്കെൽട്ടൻ ഹോഴ്സിനെ കണ്ടത് റയറാണ്. ഇത് 7% അങ്ങടെ ചാൻസ് ഉള്ള കാണാൻ. അത് കണ്ടത് അത്ര റയർ സംഭവം കണ്ടേ, അപ്പോൾ അത് ലക്കായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ അൺലക്കായിട്ട് എടുക്കാൻ തോന്നിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് വന്നപ്പോൾ ഒരു 5-6 പേരുണ്ടായിരുന്നു. അവർ എന്നെ തല്ലികൊല്ലേണ്ടതാണ്. ജസ്റ്റ് മിസ്സാണ് രക്ഷപ്പെട്ടത്. പകുതി കാട്ടുക അങ്ങനെ എന്താണ് രക്ഷപ്പെട്ടത്. പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എൻചാൻറ്റിങ് റൂമാക്കി എടുക്കാനാണ് പ്ലാൻ. പക്ഷെ ഇവിടെയും ഇനി സ്പേസ് വരും. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു റൂം പോയിട്ട് അവിടെ ലാവ ജനറേറ്റർ ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. നമ്മൾ ലാവ കൂളൊക്കെ നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലാവ എടുത്തിട്ട് 10 ബക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അൺലിമിറ്റഡ് ലാവ ജനറേറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് തോന്നി. പിന്നെ ഇഷ്ടംപോലെ അയൺ ഉണ്ടല്ലോ, നമുക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ ഫുഡ് കുക്ക് ചെയ്യാൻ കോള് കളയേണ്ട മടിക്ക് ക്യാമ്പ് ഫയറിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യണത്. വെറുതെ ഇതിനെ കോള് കളയണം. പിന്നെ ഇതിന് വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കണം. ഇനി ഞാൻ പിക്കാക്സ് കാണിച്ചു തരാം. ഇതാണ് പിക്കാക്സ് മെൻഡിങ് ഉള്ളത്. പിന്നെ 2 ട്രേഡനും കിട്ടി. ഇത് പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ, പിന്നെ എഫിഷ്യൻസി 3 അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ആഡ് ചെയ്യണമെന്ന് ആലോചിച്ചു. പിന്നെ വിചാരിച്ച് വേണ്ടതെന്ന് വെച്ചാൽ എഫിഷ്യൻസി 3 അത്ര കാര്യമില്ല. ഇതിലായിരുന്നു എഫിഷ്യൻസി 3 ഫെദർ ഫോളിങ് 4. ഞാൻ മിക്കവാറും ഫെദർ ഫോളിങ് 4 എടുക്കുള്ളൂ, എഫിഷ്യൻസി 3 എന്തായാലും എടുക്കില്ല. എഫിഷ്യൻസി 3 കാര്യമില്ല. അതിനേക്കാളും അത് എൻചാൻറ്റിങ് ടേബിൾ വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി 5 ഒക്കെ കിട്ടും തോന്നുന്നുണ്ട്. അതുകൊണ്ട് എഫിഷ്യൻസി 3 കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ ഇവറ്റങ്ങളും ഓടിക്കാൻ പറ്റൂട്ടാ. ഞാൻ വിചാരിച്ചു ഇവരെ വേണമെങ്കിൽ സാഡിൽ വേണമെന്ന്. പക്ഷെ സാഡിൽ വെക്കാൻ ആളിന്നും കാണുന്നില്ല. കണ്ട ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ വരണേ. ഇത് കൊള്ളാലോ. ഇവിടെ എന്താണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാം. സാഡിൽ ഇതിന് വെക്കാണ്ടായിരുന്നു നമുക്ക് ഓടിക്കാൻ പറ്റുന്നത്. നമുക്ക് ഫിഷ് ചെയ്തപ്പോൾ കുറേ സാഡിലും കിട്ടി. പിന്നെ നെയിം ടാഗൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്താ പേര് ഇടണമെന്ന് വെച്ചാൽ പറ, ആ പേര് നമുക്ക് ഇടാം. ഡയമണ്ട് കൊണ്ട് പെട്ടിയിലേക്കട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ചത്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോകും. ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറും ടൂൾ ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അത് പിന്നെ നമുക്ക് പിന്നെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ അത്ര തന്നെ പരിപാടി. ഞാൻ ചെറിയൊരു അപ്ഡേറ്റ് തന്നെന്നുള്ളൂ ഇതുവരെ എന്താ ചെയ്തതെന്ന്. അല്ലാണ്ട് ഈ ഒരു എപ്പിസോഡിൽ വല്ലാണ്ട് ബിൽഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫിഷ് ഫാമിൽ ഞാൻ ഇത്രയ്ക്കല്ല ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഒരു ബോട്ടും കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിനുള്ള വല്ല ഫിഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഫിഷ് ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകണ പോലെ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഫിഷ് ഇവിടെ സ്റ്റോർ ചെയ്യാൻ വരണതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യണം. അതിന് ബോട്ട് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഇതുവരെയായിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ അകത്ത് ബോട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അതൊക്കെ ഞാൻ ഒന്ന് ക്രിയേറ്റീവ് വേൾഡിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് ബിൽഡ് ചെയ്യാം. ലെറ്റ്സ് പ്ലേയുടെ ഫസ്റ്റ് എപ്പിസോഡും 3rd എപ്പിസോഡും ഞാൻ എഡിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പ്രശ്നം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2nd എപ്പിസോഡ് അപ്ലോഡ് ആവണില്ല. അതാണ് പ്രശ്നം. അപ്ലോഡ് എറർ എന്ന് കാട്ടണേ. അപ്ലോഡ് ആവണില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് കണ്ടു നോക്കി. ആദ്യത്തെ ഒരു 2 മിനിറ്റ് മാത്രമാണ് ഉള്ളൂ. ബാക്കിയുള്ള വീഡിയോകളൊക്കെ കറക്റ്റായി പോയി. അത് എഡിറ്റ് ചെയ്യണ സമയത്തുണ്ടായിരുന്നത്. എഡിറ്റ് ചെയ്ത് സേവ് ചെയ്തപ്പോഴാണ് അങ്ങനത്തെ പ്രശ്നം പറ്റിയത്. അപ്പോൾ 2nd എപ്പിസോഡിൽ ആദ്യത്തെ 2-2.5 മിനിറ്റ് മാത്രമേ ഇട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അടിച്ചു പോയി കിടക്കാണ്. ബാക്കിയുള്ളതൊക്കെ കറക്റ്റായി പോയി. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതുവരെ ഓഫ് ക്യാമറയിൽ ചെയ്തത്. അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ലിവനങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. ഇവൻ സ്പോൺ ആവുന്നില്ല. ഞാൻ തള്ളി താഴ്ത്തിക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല.
കയറ് കയറ് ലാഗ്. ഇനി ഞാൻ വീടിൻ്റെ അടുത്ത് ഫാം ഉണ്ടാക്കുന്നില്ല. വീടിൻ്റെ അടുത്ത് ഈ അയൺ ഫാം ഉണ്ടാക്കിയോണ്ടാണ് തന്നെ വീണ. പിന്നെ എന്തിനാണ് എന്നെ ചെയ്ത് വീടിൻ്റെ അടുത്ത് അയൺ ഫാം ഉണ്ടാക്കിയോണ്ടാണ് നമുക്ക് ഇത്ര അധികം കിട്ടിയത്. എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴും പിന്നെ ഇവിടെ ഫിഷ് ചെയ്യാൻ നിൽക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴും ഇത് തന്നെ ഇവറ്റങ്ങളൊന്ന് ചത്ത് അയൺ തന്നു പൊക്കോളും. അതുകൊണ്ടാണ് ഇത്ര അധികം അയൺ കിട്ടിയത്. ഇനി ഞാൻ വല്ല ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഉണ്ടാക്കില്ലടേ, വയ്യ. ഇനി ഇതിൻ്റെ അടുത്ത് ഫാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാഗ് അടിച്ച് ചാവും. ഞാനിപ്പോൾ ബുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ബുക്ക് ഷെൽഫൊക്കെ ഉണ്ടാക്കാം. ബുക്ക് ഷെൽഫും കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ബുക്ക് ഷെൽഫും ബുക്കൊക്കെ കുറച്ചായിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പിക്കാക്സ് എടുത്തത് മൈൻ ചെയ്യാൻ പോകാനൊന്നുമില്ല, കുറച്ച് കവുകളിലും കൂടെ നട്ടണം ലെതർ കിട്ടാൻ. ഈ തട്ടലൊന്നുമില്ല, നോ വയലൻസ്. നമ്മൾ അവരുടെ നിന്ന് വാങ്ങുന്നു പോരുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ കൊല്ലൊന്നുമില്ല കേട്ടാ, സോഡൊന്നുമില്ല. പക്ഷെ അവർ മീൻ കൊടുക്കുന്നു, അവർ ലെതർ തരുന്നു, നമ്മൾ പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ണടച്ചാൽ ഞാൻ അവരുടെ ലെതർ മേടിച്ചിട്ട് വരാം. ഇവരുടെ എക്സ്പി കൊണ്ട് പിക്കെക്സ് മെൻറ്റ് ചെയ്യാൻ എന്ത് രസമല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ലെതർ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ബേസ് കൊണ്ട് പോയി ചെസ്റ്റിൽ വയ്ക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ലെതറിനൊക്കെ ഭയങ്കര വിലയാണ്, ഭയങ്കര വാല്യൂ. ഇവന്മാരെന്താ അവിടെ സ്പോണാണ് എനിക്ക് മനസ്സിലാവും. ഞാൻ സ്ലാബ് കൊണ്ടുപോയി അവിടെ വയ്ക്കട്ടെ കേട്ടോ. അതിന് മുമ്പ് ഈ ഡയമണ്ടിനേക്കാളും വലിയുള്ള ലെതർ ഏതിലിരിക്കണ്ടേ? ലെതറൊക്കെ ഇനി കിട്ടണമെങ്കിൽ എന്തോരം പശുക്കളുടെ നിന്ന് വാങ്ങണമെന്നറിയോ? അതിനെന്തോരം ഫിഷ് ചിലവാകുമെന്നറിയോ? അപ്പോൾ എങ്ങനെയെങ്കിലും മെൻറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കണം. ഒരു എക്സ്പി ഫാം തന്നെ ഉണ്ടാക്കേണ്ടി വരും. അവിടെ ഞാൻ ലീഫ് വെച്ചതായിരുന്നു, പക്ഷേ അവിടെ ലാവിയുള്ളതുകൊണ്ട് ലീഫ് കത്തിപ്പോയി. അതുകൊണ്ട് അവിടെ ലീഫ് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് സ്ലാബ് വെച്ചോക്കട്ടെ. സ്ലാബ് വെച്ച് സ്പോൺ ആവില്ല, അതുകൊണ്ടാണ് ഇത് ഇവിടെ സ്പോൺ ആവാത്തത്. ഇത് സ്ലാബാണ്, ഒരു ഫുൾ ബ്ലോക്കിൽ അവർ സ്പോൺ ആവുള്ളൂ. ഇനി വെറ്റങ്ങൾ മര്യാദയ്ക്ക് സ്പോൺ ആയില്ലെങ്കിൽ വെറ്റങ്ങളുടെ കാല് തല്ലി ഒടിച്ച് വെള്ളത്തിലിടും. പൂച്ചയൊക്കെ പോകുന്നു, എന്നിട്ട് വെറ്റങ്ങൾക്ക് പോകാൻ വയ്യ. ഇവനെ അടി കിട്ടിയിട്ടുണ്ടല്ലോ. വെയിറ്റ്, ഇനി ഉമാരി ലാവയെ കൂടെ അല്ല വെള്ളത്തോട് കയറുക. വെള്ളത്തോട് കയറി വരില്ല. അടി കിട്ടിയതാണോ അതോ അയൺ ബോളത്തിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണോ എനിക്കറിയില്ല കേട്ടാ. ഇതൊരു ക്രീപ്പർ പൊട്ടിയിട്ട് ഓട്ടോയപ്പോൾ ഞാൻ അടച്ചതാണ്. ഇത്രയുള്ള അപ്ഡേറ്റ്. ഇനി ഞാനിങ്ങനെ വലിച്ചു നീട്ടി എപ്പിസോഡ് വലുതാക്കി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. എപ്പിസോഡ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.